പ്രൈസ് ദി ലോർഡ്. ഒരു പുതിയ ദിനം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആത്മാർത്ഥതയിൽ ആ കുടുംബം വിടുവിക്കപ്പെടുവാൻ, ആ വ്യക്തി വിടുവിക്കപ്പെടുവാൻ ആഴമായി നിങ്ങൾ ഉപവസിച്ച ദിവസങ്ങളില്ലേ? ആഴമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ? തിരിച്ചവരിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ വേദന അതിവേദനയല്ലേ? നിങ്ങളുടെ ഹൃദയത്തെ മുറിച്ച ആ മുറിവ് ഇന്നും ആഴമായി നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്നില്ലേ? നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങൾക്ക് നൽകിയ ആഴമായ മുറിവ്. പുറമേ അവർ നിന്നോട് പലതും, നിങ്ങളെ പലപ്പോഴും ഞങ്ങളുടെ സഹോദരൻ, ഞങ്ങളുടെ പാസ്റ്റർ, ഞങ്ങളുടെ അമ്മാമ്മ, ഞങ്ങളുടെ ആമേൻ, ഞങ്ങളുടെ അച്ചായൻ, ഞങ്ങളുടെ മാമേൻ, ഞങ്ങളുടെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മുഖസ്തുതികൾ നിങ്ങളുടെ സ്നേഹത്തെ വിലക്കെടുക്കാതെ സ്നേഹപ്രകടനങ്ങൾ അവർ നടത്തിയിട്ടില്ലേ? നിങ്ങളെ കാണുമ്പോൾ പിന്നീട് അവർ ആഴമായ മുറിവ് തന്ന് നിങ്ങളെ മുറിച്ചിട്ടില്ലേ? പേടിക്കണ്ട കേട്ടോ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? നീ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ വില ഉയരങ്ങളിലുണ്ട്. നീ അവരെ കരുതിയ കരുതൽ ഉയരങ്ങളിലുണ്ട്. നീ എന്ത് ചെയ്തോ അതിൻ്റെ തക്ക പ്രതിഫലം ദൈവം നിനക്ക് നൽകും. സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ളതാണ്, അനുഭവിക്കുവാനുള്ളതാണ്. അത് തന്നെയാണ് യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്തത്. കാൽവരിയുടെ കുലക്കളത്തിൽ നിന്റെ പാപവും നിന്റെ ശാപവും നിന്റെ രോഗവും നിന്റെ നിത്യതയിൽ എത്തിക്കുവാൻ അവൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും അവൻ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. ഈ ലോകത്തുള്ളവർ കാപട്യ സ്നേഹങ്ങൾ സ്നേഹിക്കുമ്പോൾ യേശു മാത്രം കാപട്യമില്ലാതെ നിന്നെ ഇന്നും സ്നേഹിക്കുന്നു. നിന്നെ മുറിച്ച മുറി നീ എന്തായി കാണണ്ട, നീ വേദനിക്കട്ടെ കേട്ടോ. നിന്നെ അവർ മുറിച്ചെങ്കിൽ ആ മുറിയുടെ കണക്ക് സ്വർഗത്തിലുണ്ട്. നിന്നെ നിസാരൻ എന്ന് വിളിച്ചെങ്കിൽ അതിൻ്റെ കണക്ക് സ്വർഗത്തിലുണ്ട്. നീ ഭാരപ്പെടണ്ട. നീ ഒറ്റപ്പെട്ടെങ്കിൽ, നീ വേദനപ്പെട്ടെങ്കിൽ, നീ സ്നേഹിച്ചതുപോലെ അവർ നിന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഭാരപ്പെടണ്ട. നിനക്ക് വേണ്ടി ഒരു സീസൺ വെളിപ്പെടുന്നുണ്ട്. നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തിയുടെ കാലം വെളിപ്പെടാൻ പോകുന്നുണ്ട്. നീ ചിലത് കാണും, നീ ചിലത് പ്രാപിക്കും, നീ ചിലത് അനുഭവിക്കും. ദൈവത്തിൽ നിന്നുള്ള മറുപടി ശീഘ്രമായിരിക്കും. നീ മുറിഞ്ഞ മുറിയുടെ മുകളിൽ ഒരു ഗിലെയാദിലെ നല്ല തൈലം നിന്റെ മുറിവിന് മേൽ ഒഴിച്ച് നീ സുഖം പ്രാപിക്കുന്ന കാലം വിദൂരമല്ല. നീ കാത്തിരിക്ക്. നിന്നെ മുറിച്ചത്, നിന്നെ വേദനിപ്പിച്ചത്, നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ നിന്റെ തലയിൽ അവൻ അഭിഷേക തൈലം ഒഴിക്കും. കാത്തിരിക്കുക. ആ നല്ല യേശുവിനെ അവൻ മുറിക്കത്തില്ല, അവൻ ഓടിക്കത്തില്ല, അവൻ നിന്നെ തകർത്ത് കളയത്തില്ല. അവൻ നിന്നെ സ്നേഹിക്കുന്നു. അവൻ മാത്രം പറയും, ഹൃദയം തുറന്നു പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.